കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ 1 ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി. അഡ്മിഷൻ തുടരുന്നു. ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ, കോട്ടക്കുന്ന്, വണ്ടൂർ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന് പി.വി. അൻവർ എം.എൽ.എ. 10 വർഷത്തെ ബി.ജെ.പി ഗവൺമെന്റിന്റെ ഭരണം രാജ്യത്തെ പിറകോട്ടടിപ്പിച്ചതായും എല്ലാ മേഖലയും തകർച്ചയുടെ വക്കിലാണെന്നും അൻവർ എം.എൽ.എ. തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി ഗവൺമെന്റ് അവരെടുത്ത നയങ്ങളും നിലപാടുകളും രാജ്യത്തെ 10-25 വർഷം പുറകോട്ടടിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയൊട്ടാകെ 140 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും തൊഴിലില്ലായ്മ കൊണ്ടും വിലക്കയറ്റം കൊണ്ടും കാർഷിക മേഖലയുടെ പരിപൂർണമായ തകർച്ച കൊണ്ടും വ്യാവസായിക തകർച്ച കൊണ്ടും അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് 2014 ഒരുപാട് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2010 അവസാനിക്കുമ്പോഴും അവരുടെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല, ഇനിയും സമയം അനുവദിക്കണമെന്ന, പൂർത്തീകരണത്തിന് സമയം ആവശ്യമാണ് എന്ന ബി.ജെ.പി ഗവൺമെന്റിന്റെയും മോദിയുടെയും അഭ്യർത്ഥന മാനിച്ച് വീണ്ടും ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യയിൽ അധികാരത്തിൽ ബി.ജെ.പി തിരിച്ചെത്തിയ സാഹചര്യം നമ്മൾ ആരും മറന്നിട്ടില്ല. പക്ഷേ 2019 ശേഷവും ഇവിടെ നടന്ന കഴിഞ്ഞ 5 വർഷക്കാലത്ത് ബി.ജെ.പിയുടെ ഭരണം പരിശോധിക്കുമ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത ഗവൺമെന്റാണ് ബി.ജെ.പി ഗവൺമെന്റ് എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ വോട്ടർമാർക്കാകെ ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഗീയതയും മതവും അമ്പലവും പള്ളിയും മാത്രം പറഞ്ഞ് വോട്ട് നേടാം എന്ന ബി.ജെ.പിയുടെ ഉദ്ദേശം ഫലവത്തല്ല എന്നാണ് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വർത്തമാന ഇന്ത്യയുടെ സംസാരം തന്നെ. വലിയ ഭൂരിപക്ഷത്തിൽ 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ ബി.ജെ.പി കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിന്നോട്ടടിക്കുന്ന ചിത്രമാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഒരുപാട് സർവേകൾ നടക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചും എൻ.ഡി.എ മുന്നണിയുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചും ഒക്കെ ചർച്ചകൾ നടക്കുമ്പോഴും വലിയൊരു വിഭാഗം പത്രമാധ്യമങ്ങളും ബി.ജെ.പി നേതൃത്വവും 300 സീറ്റിലധികം തന്നെ ഞങ്ങൾ നേടും എന്ന വാർത്തകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ബി.ജെ.പിക്ക് ഭൂരിപക്ഷം തികയ്ക്കാൻ പ്രയാസപ്പെടും എന്ന ചിത്രവും നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഫൺ സിറ്റി പാർക്ക്, വണ്ടൂർ, നിയർ ബസ് സ്റ്റാൻഡ്. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.